യാഥാർത്ഥ്യത്തിൽ നിന്നും ഒളിച്ചോടുവാനുള്ള മനുഷ്യൻ്റെ പ്രവണത അവന് എപ്പോഴും ഗുണത്തേക്കാൾ ഏറെ ദോഷം മാത്രമാണ് ചെയ്യുന്നത്. തൻ്റെ ജനം കടന്നു പോകുന്ന അവസ്ഥകളെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞ യിരെമ്യാ പ്രവാചകന് ലഭിച്ചത് എതിർപ്പുകൾ മാത്രമായിരുന്നു. ദൈവവചനത്തിനു വേണ്ടി നിൽക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന എതിർപ്പുകൾ താൽക്കാലികമാണ്. നാം മടുത്തു പോകേണ്ടതില്ല. ജീവസന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവത്തിൻ്റെ വചനം അറിയിക്കുമ്പോഴുണ്ടാകുന്ന എതിർപ്പുകൾ ദൈവത്തിനെതിരെയുള്ള എതിർപ്പുകളാകുന്നുവെന്ന് ദൈവവേലക്കാർ തിരിച്ചറിയേണ്ടതുണ്ട്. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകൾ നാം ഓർമ്മിക്കേണ്ടതുണ്ട്. ദാസൻ യജമാനേക്കാൾ വലിയവനല്ല. അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. എൻ്റെ വചനം പ്രമാണിച്ചുവെങ്കിൽ നിങ്ങളുടേതും പ്രമാണിക്കും. ദൂതറിയിക്കുവാൻ അയച്ചവനെ അവർ അറിയായികയാൽ ഇങ്ങനെയൊക്കെ നിങ്ങളോട് ചെയ്യുമെന്ന് അവിടുന്ന് അരുളി ചെയ്തു. യിരെമ്യാ പ്രവചനം 37 അധ്യായം മുതൽ 39 വരെയുള്ള അധ്യായങ്ങളിലൂടെ ഇന്ന് നമ്മൾക്ക് ചിന്തിക്കാം. യിരെമ്യാ പ്രവചനം 37 അധ്യായത്തിൽ യിരെമ്യാ പ്രവാചകനെ തടവിൽ ആക്കിയതായി നാം വായിക്കുന്നു. മിസ്രൈമുമായി കൂട്ടുകെട്ടുണ്ടാക്കാതെ ബാബേലിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്ക എന്ന് സിദെക്കിയാ രാജാവിനോടും ജനത്തോടും യിരെമ്യാവ് പറഞ്ഞതിനാണ് അവനെ ഈ കാരാഗ്രഹത്തിൽ അടച്ചത്. അത് നാം ഈ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. യിരെമ്യാവിനെ ഇരുട്ടുമുറിയിൽ ഏറെക്കാലം അവർ ഇട്ടു. അവിടെ അവൻ പാർക്കേണ്ടതായി വന്നു. വളരെയധികം കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും സമയമായിരുന്നു അത്. എന്നാൽ ദൈവം യിരെമ്യാവിനെ മറന്നു കളഞ്ഞില്ല. അവനെ വിളിപ്പിക്കുവാൻ ദൈവം രാജാവിനെ ഉപയോഗിക്കുന്നു. യിരെമ്യാവ് ഈ അവസരം തൻ്റെ പ്രാണന് വേണ്ടി അപേക്ഷിക്കുന്നു. രാജാവ് യിരെമ്യാവിനെ തടവിൽ നിന്ന് വിട്ടയച്ചില്ല. എന്നാൽ അവൻ്റെ ജീവനെ രക്ഷിച്ചു. ബാബേൽ സൈന്യം യെരുശലേം പിടിച്ചെടുക്കുന്നത് വരെ യിരെമ്യാവിന് അവിടെ തടവിൽ കിടക്കേണ്ടതായി വന്നു. യിരെമ്യാ പ്രവചനത്തിലെ ഒരു പുതിയ ഭാഗത്തേക്കാണ് നാം ഇപ്പോൾ ഇനിയും പ്രവേശിക്കുന്നത്. ഇവിടെ ചരിത്ര സംഭവങ്ങൾക്കാണ് ഊന്നൽ കൊടുക്കുന്നത്. ഞാൻ ഇത് പറഞ്ഞതല്ലേ എന്ന് യിരെമ്യാവ് പറയുന്നത് പോലെ തോന്നും. എന്നാൽ അവൻ വളരെയേറെ അതിൽ ആയിപ്പോയതായി നാം കാണുന്നു. ജനങ്ങൾക്ക് കൊടുക്കുവാൻ തൻ്റെ പക്കൽ ഉണ്ടായിരുന്ന ദൂതിനാൽ താൻ തന്നെ തകർക്കപ്പെട്ടും ദുഃഖിതനായും ഇരുന്നു. ഇപ്പോൾ ആ ദൂതിൻ്റെ നിവൃത്തിയായി താൻ സ്നേഹിച്ച പട്ടണം തകർക്കപ്പെട്ടും താൻ സ്നേഹിക്കുന്ന രാജ്യം അടിമയായി പോവുകയും ചെയ്തു. ദൈവത്തെ വെളിപ്പെടുത്തുന്നതിൽ യിരെമ്യാവ് വിശ്വസ്തനായും അവൻ്റെ സാക്ഷിയായും ഇരുന്നു. അന്നേരം സംഭവിച്ചു കൊണ്ടിരുന്ന ഓരോന്നിനെക്കുറിച്ചും ദൈവത്തിൻ്റെ മനോഭാവം എന്തായിരുന്നു എന്ന് താങ്കൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ യിരെമ്യാവിൻ്റെ മുഖത്തേക്ക് തന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കുക. അതെ, അവൻ്റെ 2 കവിളുകളിൽ കൂടിയും കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നു. അവൻ അനുസരണം കെട്ട ജനങ്ങളുടെ മേൽ വരുന്ന ദൈവത്തിൻ്റെ ന്യായവിധി കണ്ട് അങ്ങനെ വരട്ടെ എന്നല്ല ചിന്തിച്ചിരുന്നത്. അവൻ്റെ ആ കവിളുകളിലൂടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകി. യിരെമ്യാവിൻ്റെ ശുശ്രൂഷ 30 വർഷത്തിലധികം കഴിഞ്ഞിരിക്കുന്നു. 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവായി ശുശ്രൂഷ ആരംഭിക്കുന്നത് നാം ആരംഭത്തിൽ കണ്ടതാണ്. ഒരു യുവ പുരോഹിതനെ ദൈവത്തിൻ്റെ പ്രവാചകനായി വിളിച്ചാക്കി. ഇപ്പോൾ അവൻ തടവിലാകുന്നു. ബാബേൽ രാജാവിൻ്റെ സൈന്യം യെരുശലേമിൻ്റെ മതിലിൻ്റെ വെളിയിൽ നിൽക്കുന്നു. അവർ 18 മാസങ്ങളായി നഗരത്തെ നിരോധിച്ചുകൊണ്ട് അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നതാണ്. 52 അധ്യായത്തിൽ ഈ ചില ചരിത്രം യിരെമ്യാവ് നൽകുന്നുണ്ട്. കൂടുതൽ രാജാക്കന്മാരുടെ 2 പുസ്തകത്തിലും 2 ദിനവൃത്താന്തത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നെബൂഖദ്നേസർ യെരുശലേമിനെതിരെ വന്ന 3-ാമത്തേതും ഒടുവിലത്തേതുമായ സമയമാകുന്നു ഈ പറയുന്നത്. ഇതിനു മുമ്പ് 2 പ്രാവശ്യം
അവൻ ജനത്തിൽ കുറെ പേരെ ബന്ധികളായി പിടിച്ചുകൊണ്ടു പോവുകയും സിദെക്കീയാവിനെ തൻ്റെ ആളായി സിംഹാസനത്തിൽ ആക്കുകയും ഒക്കെയാണ് ചെയ്തത്. സിദെക്കീയാവ് ബാബേൽ രാജാവിൻ്റെ കീഴിൽ നിന്നും രക്ഷപ്പെടുവാൻ ശ്രമിച്ചു. അങ്ങനെ മിസ്രയീം രാജാവിനെ അവൻ കൂട്ടുപിടിക്കുവാൻ ശ്രമിച്ചു. സിദെക്കീയാവിനെ രക്ഷിക്കുന്നതിനായി ഫറവോൻ തീരുമാനിച്ചു, യഹൂദയെ മിസ്രയീമിൻ്റെ ഭരണത്തിന് കീഴാക്കുവാനാണ് അവൻ തീരുമാനിച്ചത്. ഫറവോൻ യെരുശലേമിലേക്ക് വന്നപ്പോൾ നെബൂഖദ്നേസറിൻ്റെ സൈന്യാധിപന്മാർ തിരിഞ്ഞ് പട്ടണം വിട്ടുപോയി. ആ സാഹചര്യത്തിൽ യിരെമ്യാവിൻ്റെ പ്രവചനം തെറ്റിയോ എന്ന് തോന്നുന്ന അവസ്ഥയുണ്ടായി. അതുകൊണ്ട് ദൈവം യിരെമ്യാവിന് ഈ ശക്തമായ വചനം നൽകി. 37-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. 37-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. അവിടെ നാം കാണുന്നത്, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അരുളപ്പാട് ചോദിപ്പാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ അയച്ച യഹൂദ രാജാവിനോട് നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾക്ക് സഹായത്തിനായി പുറപ്പെട്ടിരിക്കുന്ന ഫറവോൻ്റെ സൈന്യം തങ്ങളുടെ ദേശമായ മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകും. കൽദയരോ മടങ്ങി വന്ന് ഈ നഗരത്തോട് യുദ്ധം ചെയ്ത് അതിനെ പിടിച്ച് തീ വെച്ച് ചുട്ടുകളയും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, കൽദയർ നിശ്ചയമായിട്ട് നമ്മെ വിട്ടുപോകും എന്ന് പറഞ്ഞ് നിങ്ങളെ തന്നെ വഞ്ചിക്കരുത്. അവർ വിട്ടുപോകയില്ല. നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന കൽദയരുടെ സർവ്വസൈന്യത്തെയും നിങ്ങൾ തോൽപ്പിച്ചിട്ട് മുറിവേറ്റ ചിലർ മാത്രം ശേഷിച്ചിരുന്നാലും അവർ ഓരോരുത്തൻ താൻ്റെ കൂടാരത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഈ നഗരത്തെ തീ വെച്ച് ചുട്ടുകളയും. യെരുശലേം നഗരത്തിൻ്റെ നാശം ദൈവത്താൽ തീരുമാനിക്കപ്പെട്ടതായിരുന്നു. ബാബേൽ സൈന്യം പേടിച്ചോടി എന്ന് തോന്നിയാൽ തന്നെ അവർ തിരികെ വരും എന്നത് തീർച്ചയാണ്. ഇനിയും യിരെമ്യാവിനെ കാരാഗൃഹത്തിൽ അടയ്ക്കുന്നതായി നാം കാണുന്നു. പ്രവാചകനെ തടവിലാക്കുന്ന 5 രേഖകൾ നമുക്ക് ലഭിക്കുന്നു. ഈ അധ്യായത്തിലെ ജയിൽവാസത്തിന് കാരണം യിരെമ്യാവ് രാജാവിന് നൽകിയ ദൂതാണ്. അതായത് മിസ്രൈമുമായി കൂട്ടുകൂടരുതെന്ന ആ ദൂത്, ബാബേലിന് വഴങ്ങിക്കൊടുക്കുക എന്ന് യിരെമ്യാവ് രാജാവിനോട് പറഞ്ഞിരുന്നു. ഇനി ഞാൻ 37-ാം അധ്യായത്തിൻ്റെ 11ഉം 12ഉം വാക്യങ്ങൾ വായിക്കാം. ഫറവോൻ്റെ സൈന്യം നിമിത്തം കൽദയരുടെ സൈന്യം യെരുശലേമിനെ വിട്ടുപോയപ്പോൾ യിരെമ്യാവ് ബെന്യാമീൻ ദേശത്ത് ചെന്ന് സ്വജനത്തിൻ്റെ ഇടയിൽ തൻ്റെ ഓഹരി വാങ്ങുവാൻ യെരുശലേമിൽ നിന്ന് പുറപ്പെട്ടു. പട്ടണം സ്വതന്ത്രമായപ്പോൾ യിരെമ്യാവ് യെരുശലേമിൽ നിന്നും തൻ്റെ സ്വന്തം പട്ടണമായ അനാഥോത്തിലേക്ക് പോകുവാൻ ആരംഭിച്ചു. എന്താണ് സംഭവിച്ചത് എന്ന് നോക്കുക. 13-ാം വാക്യം. അവൻ ബെന്യാമിൻ വാതിൽക്കലെത്തിയപ്പോൾ അവിടുത്തെ കാവൽക്കാരുടെ അധിപതിയായ ഹനന്യാവിൻ്റെ മകനായ ശെലമ്യാവിൻ്റെ മകൻ ഇരിയാവ് എന്നു പേരുള്ളവൻ യിരെമ്യാ പ്രവാചകനെ പിടിച്ചു. നീ കൽദയരുടെ പക്ഷം ചേരുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. യിരെമ്യാവ് ശത്രുപക്ഷം ചേരുവാൻ പോകുന്നു എന്ന ആരോപണമാകുന്നു ഇവിടെ അവനെതിരെ അവർ ഉയർത്തുന്നത്. 14-15 വാക്യങ്ങൾ. അതിന് യിരെമ്യാവ്, അത് നേരല്ല, ഞാൻ കൽദയരുടെ പക്ഷം ചേരുവാനല്ല പോകുന്നത് എന്ന് പറഞ്ഞു. ഇരിയാവ് അത് കൂട്ടാക്കാതെ യിരെമ്യാവെ പിടിച്ച് പ്രഭുക്കന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. പ്രഭുക്കന്മാർ യിരെമ്യാവോട് കോപിച്ച് അവനെ അടിച്ചു. രായസക്കാരനായ യോനാഥാൻ്റെ വീട്ടിൽ തടവിൽ വെച്ചു. അതിനെ അവർ കാരാഗൃഹമാക്കിയിരുന്നു. പാവം യിരെമ്യാവിനെ തടവിലാക്കിയെന്ന് മാത്രമല്ല, പിന്നെയോ അവനെ നിലവറയിൽ അടച്ചു എന്നും നാം കാണുന്നു. എത്ര കാലം അത് നമ്മോട് പറഞ്ഞിട്ടില്ല. ഏറെ നാൾ എന്ന് മാത്രമാണ് അടുത്ത വാക്യം പറയുന്നത്. യിരെമ്യാവിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ കഷ്ടതയുടെ സമയമായിരുന്നു. താൻ തെറ്റൊന്നും ചെയ്യാത്ത സാഹചര്യത്തിൽ തന്നെ ശിക്ഷിക്കപ്പെടുന്നു. എന്നാൽ ദൈവം അത് മറന്നില്ല. തന്നെ വിടുവിക്കുന്നതിനായി രാജാവിനെ തന്നെ ദൈവം ഇളക്കിയതായി നാം കാണുന്നുണ്ട്. 17-ാം വാക്യത്തിൽ 17ഉം 18ഉം വാക്യങ്ങൾ നമുക്ക് നോക്കാം. അനന്തരം സിദെക്കീയ രാജാവ് ആളയച്ച് അവനെ വരുത്തി, യിരെമ്യാവിനെ. യഹോവയിങ്കൽ നിന്ന് വല്ല അരുളപ്പാടും ഉണ്ടോ എന്ന് രാജാവ് അരമനയിൽ വെച്ച് അവനോട് രഹസ്യമായി ചോദിച്ചു. അതിന് യിരെമ്യാവ്, ഉണ്ട്, നീ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞു.
പിന്നെ യിരെമ്യാവ് സിദെക്കീയ രാജാവിനോട് പറഞ്ഞത്, നിങ്ങൾ എന്നെ കാരാഗൃഹത്തിലാക്കുവാൻ തക്കവണ്ണം ഞാൻ നിന്നോടോ നിന്റെ ഭൃത്യന്മാരോടോ ഈ ജനത്തോടോ എന്ത് കുറ്റം ചെയ്തു? തൻ്റെ ജീവന് വേണ്ടി യാചിപ്പാൻ യിരെമ്യാവ് ഈ സമയം ഉപയോഗിക്കുന്നതായി നാം കാണുന്നു. 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആകയാൽ യജമാനനായ രാജാവേ കേൾക്കണമേ, എൻ്റെ അപേക്ഷ തിരുമനസ്സുകൊണ്ട് കൈക്കൊള്ളണമേ. ഞാൻ രായസക്കാരനായ യോനാഥാൻ്റെ വീട്ടിൽ കിടന്ന് മരിക്കാതെ ഇരിക്കേണ്ടതിന് എന്നെ വീണ്ടും അവിടെ അയക്കരുതേ. രാജാവ് അവനെ സ്വതന്ത്രനാക്കിയില്ല, കുറഞ്ഞത് അവൻ്റെ ജീവനെ രക്ഷിച്ചു എന്ന് നാം കാണുന്നുണ്ട് 21-ാം വാക്യത്തിൽ. അപ്പോൾ സിദെക്കീയ രാജാവ് യിരെമ്യാവെ കാവൽപ്പുരമുറ്റത്ത് ഏൽപ്പിപ്പാനും നഗരത്തിൽ ആഹാരം തീരെ ഇല്ലാതാകും വരെ അപ്പക്കാരുടെ തെരുവിൽ നിന്ന് ദിവസം പ്രതി ഒരു അപ്പം അവന് കൊടുപ്പാനും കൽപ്പിച്ചു. അങ്ങനെ യിരെമ്യാവ് കാവൽപ്പുരമുറ്റത്ത് പാർത്തു. ബാബേൽ സൈന്യം യെരുശലേം പട്ടണം പിടിച്ചെടുക്കുന്നത് വരെ യിരെമ്യാവ് കാരാഗൃഹത്തിൽ കഴിയേണ്ടി വരും. 38-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യിരെമ്യാവ് പിന്നെയും തടവറയിൽ തന്നെ തുടരുന്നതാണ് നാം കാണുന്നത്. അവിടെയും അവൻ ദൈവത്തിൻ്റെ വചനം വിശ്വസ്തയോടെ ജനങ്ങളെ അറിയിക്കുന്നു. അവൻ്റെ വ്യക്തിപരമായ സുരക്ഷിതത്വം അപകടത്തിലായിരുന്ന സ്ഥിതിയിൽ പോലും 38-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യിരെമ്യാവിനെ തടവറയിൽ തന്നെയാണ് നാം വീണ്ടും കാണുന്നത്. തൻ്റെ സ്വന്തം സുരക്ഷിതത്വം അപകടത്തിലായിരുന്നപ്പോൾ പോലും അവൻ ദൈവത്തിൻ്റെ വചനം വിശ്വസ്തയോടെ അറിയിക്കുകയത്രേ ചെയ്തുകൊണ്ടിരുന്നത്. യഹൂദയിലെ പ്രഭുക്കന്മാർ അവനെ രാജ്യദ്രോഹിയായിട്ടാണ് കണ്ടത്. അവൻ ജനങ്ങളുടെ ധൈര്യം ക്ഷയിപ്പിക്കുന്നു എന്നവർ അവനെക്കുറിച്ച് ആക്ഷേപമുയർത്തി. അതുകൊണ്ട് യിരെമ്യാവിനെ കുഴിയിലിറക്കിയിട്ട് അവനെ നിശബ്ദനാക്കുവാൻ പ്രഭുക്കന്മാർ രാജാവിൽ നിന്ന് അനുവാദം വാങ്ങി. അവർ യിരെമ്യാവിനെ ചെളിക്കുഴിയിൽ ഇറക്കിയതായി കാണുന്നു. എന്നാൽ വീണ്ടും അവൻ്റെ വിടുതലിനായി ദൈവം ഒരു വ്യക്തിയെ അയച്ചതായി 38-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. അതിനുശേഷം ദൈവം ഇപ്പോൾ അവനോട് പറയുന്നത് എന്താകുന്നു എന്ന് തന്നോട് പറയുക എന്ന് സിദെക്കീയാവ് രഹസ്യമായി യിരെമ്യാവിനോട് ചോദിച്ചു. യിരെമ്യാവിൻ്റെ ജീവനെ രക്ഷിക്കാമെന്ന് രാജാവ് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. നെബൂഖദ്നേസർ രാജാവിന് കീഴടങ്ങുക, നിനക്കവനെ എതിർക്കുവാൻ കഴിയുകയില്ല എന്ന് വീണ്ടും യിരെമ്യാവ് സിദെക്കീയാവിനോട് പറഞ്ഞു. തൻ്റെയും ജനത്തിൻ്റെയും ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ബാബേൽ രാജാവിന് കീഴടങ്ങുക എന്നാണ് യിരെമ്യാവ് സിദെക്കീയാവിനോട് അപേക്ഷിച്ചത്. എന്നാൽ യിരെമ്യാവ് പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ രാജാവ് കൂട്ടാക്കാതെ ജനത്തിൻ്റെ നാശം വാസ്തവത്തിൽ അവൻ വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്. അവൻ അത് കൂട്ടാക്കാതെ ഇരുന്നത് കൊണ്ട് ജനത്തിന് നാശം സംഭവിക്കുവാൻ പോകുന്നതായി കാണാം. സിദെക്കീയാവ് ഒരു ഭീരുവായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാവരെയും പ്രീതിപ്പെടുത്തി എല്ലാവരോടും സമാധാനമായിരിക്കാൻ അവൻ താല്പര്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് അവന് യാതൊരുത്തിനെയും പ്രീതിപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം. ഇത് എല്ലാ കാലത്തും വാസ്തവമായുള്ളൊരു കാര്യമാണ്. നാം സത്യത്തിനു വേണ്ടി നിൽക്കുന്നില്ല എങ്കിൽ, എല്ലാവരെയും പ്രീതിപ്പെടുത്തുവാനാകുന്നു നമ്മുടെ ശ്രമമെങ്കിൽ, ആരെയും പ്രീതിപ്പെടുത്തുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് നാം എത്തിച്ചേരും. യഹോവയുടെ വചനം കേട്ടനുസരിച്ചാൽ അവന് നന്നായിരിക്കും, പ്രാണനെ രക്ഷിക്കുവാൻ കഴിയുമെന്ന് യിരെമ്യാവ് വീണ്ടും അവരോട് പറഞ്ഞു. ഓരോ സമയവും സിദെക്കീയാവ് വന്ന് ദൈവം നേരത്തെ പറഞ്ഞതിന് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് യിരെമ്യാവിനോട് ചോദിച്ചാൽ ദൈവം അങ്ങനെ മാറുന്നവനാണോ? യിരെമ്യാവ് രാജാവിൻ്റെ ഇഷ്ടപ്രകാരമുള്ള ദൂത് അറിയിക്കുവാനുള്ള ആളല്ല താനും. അവൻ സത്യം മാത്രം അറിയിക്കുന്ന ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു. എന്നാൽ മൂഢനായ രാജാവ് യിരെമ്യാവിൽ കൂടിയുള്ള ദൈവത്തിൻ്റെ മുന്നറിയിപ്പിന് ചെവി കൊടുക്കുകയില്ല. അതിനു പകരം കള്ളപ്രവാചകന്മാരുടെ വാക്ക് അവൻ കേൾക്കുകയും അതിൻ്റെ ഫലമായി ആപത്ത് ഉണ്ടാകുകയും ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. 39-ാം അധ്യായത്തിൽ നാം കാണുന്നത് യിരെമ്യാവ് പ്രവചിച്ച അറുങ്കൊല സംഭവിക്കുന്നതാണ്. യിരെമ്യാ പ്രവചനം 39-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. യഹൂദ രാജാവായ സിദെക്കീയാവിൻ്റെ 9-ാം ആണ്ടിൽ 10-ാം മാസത്തിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസറും
അവൻ്റെ സകല സൈന്യവും യെരുശലേമിൻ്റെ നേരെ വന്ന് അതിനെ നിരോധിച്ചു. സിദെക്കീയാവിൻ്റെ 11-ാം ആണ്ടിൽ 4-ാം മാസം 9-ാം തീയതി നഗരത്തിൻ്റെ മതിൽ ഒരിടം ഇടിച്ച് തുറന്നു. തുടർന്നുള്ള വാക്യങ്ങളിൽ നാം യെരുശലേമിൻ്റെ വീഴ്ച കാണുന്നു. സിദെക്കീയ രാജാവും സൈന്യവും രാത്രിയിൽ പട്ടണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ശ്രമിച്ചു. എന്നാൽ ബാബേൽ സൈന്യം അവരെ മറികടന്ന് പിടിച്ചവരെ നെബൂഖദ്നേസറിനെ ഏൽപ്പിക്കുന്നു. 39-ന്റെ 6-ഉം 7-ഉം വാക്യങ്ങളിൽ നാം കാണുന്നു, ബാബേൽ രാജാവ് റിബ്ലായിൽ വെച്ച് സിദെക്കീയാവിൻ്റെ പുത്രന്മാരെ അവൻ കാൺകെ കൊന്നു. യഹൂദ കുലീനന്മാരെ ഒക്കെയും ബാബേൽ രാജാവ് കൊന്നുകളഞ്ഞു. അവൻ സിദെക്കീയാവിൻ്റെ കണ്ണ് പൊട്ടിച്ചു. അവനെ ബാബേലിലേക്ക് കൊണ്ടുപോകേണ്ടതിന് ചങ്ങലയിട്ട് ബന്ധിച്ചു. കൽദേ രാജഗൃഹത്തെയും ജനത്തിൻ്റെ വീടുകളെയും തീവെച്ച് ചുട്ടു. യെരുശലേമിൻ്റെ മതിലുകളെ ഇടിച്ചു കളഞ്ഞു. യിരെമ്യാ പ്രവചനത്തിൻ്റെ ഒടുവിലത്തെ അധ്യായം ഈ ഭയാനകമായ സംഭവത്തിൻ്റെ ഒരു കാഴ്ച നമുക്ക് നൽകുന്നു. യിരെമ്യാവിനെ പിടിച്ചു കുലുക്കിയ കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവിടെ അവൻ വീണ്ടും സൂചിപ്പിക്കുന്ന വസ്തുത ബാബേൽ രാജാവ് സിദെക്കീയ രാജാവിൻ്റെ പുത്രന്മാരെ കൊല്ലുകയും സിദെക്കീയാവിൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുകയും ചെയ്തു എന്നത്രേ. ശത്രു യിരെമ്യാവിനെ സ്വതന്ത്രനാക്കുന്നു. യിരെമ്യാവിനെ തടവിൽ നിന്നും വിട്ടയപ്പാനും അവനെ ശരിയാം വണ്ണം ശുശ്രൂഷിപ്പാനും നെബൂഖദ്നേസർ തൻ്റെ ആളുകൾക്ക് നിർദ്ദേശം നൽകുന്നത് രസകരമായിരിക്കുന്നില്ലേ? സിദെക്കീയാവിന് സാധിക്കാതിരുന്ന കാര്യം നെബൂഖദ്നേസർ ചെയ്യുന്നു. 39-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നീ അവനെ വരുത്തി അവൻ്റെ മേൽ ദൃഷ്ടി വെച്ച് അവനോട് ഒരു ദോഷവും ചെയ്യാതെ അവൻ നിന്നോട് ആവശ്യപ്പെടുന്നതൊക്കെയും ചെയ്തു കൊടുക്കുക എന്ന് കൽപ്പിച്ചിരുന്നു. തൻ്റെ വിശ്വസ്തനായ പ്രവാചകനെ ദൈവം ഇപ്പോഴും കരുതി കാക്കുന്നു എന്നോർക്കണം. 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യിരെമ്യാവെ കാവൽപ്പുരമുറ്റത്ത് നിന്ന് വരുത്തി അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകേണ്ടതിന് ശാഫാൻ്റെ മകനായ അഹിക്കാമിൻ്റെ മകനായ ഗദല്യാവെ ഏൽപ്പിച്ചു. അങ്ങനെ അവൻ ജനത്തിൻ്റെ ഇടയിൽ പാർത്തു. ജാതികളുടെ സമയം എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വിളിച്ച ആ കാലം വാസ്തവത്തിൽ ഇവിടെയാണ് ആരംഭിക്കുന്നത്. അവൻ പറഞ്ഞത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയും എന്നത്രേ. ഇന്നും ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും ജാതികളാണ് അവിടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. ആ ദേശത്തെ വിശുദ്ധ സ്ഥലങ്ങളുടെ നിയന്ത്രണം ഇസ്രായേലിനല്ല. കർത്താവായ യേശുവിൻ്റെ വാക്കുകൾ ഇന്നും വാസ്തവമായി അവിടെ നിറവേറിക്കഴിഞ്ഞു. ദൈവത്തിൻ്റെ ന്യായവിധി എന്ന വസ്തുത അംഗീകരിക്കുവാൻ ഇന്നത്തെ തലമുറയ്ക്ക് വളരെ പ്രയാസമാണ്. എനിക്ക് തോന്നുന്നു എല്ലാ തലമുറകളും അപ്രകാരം തന്നെ ആയിരുന്നിരിക്കും. എന്നാൽ ഈ കാലത്ത് അത് കുറെ കൂടി ഗൗരവമായി നമുക്ക് കാണേണ്ട ഒരു വിഷയമാണ്. ദൈവത്തിൻ്റെ ന്യായവിധി ഒരു രാഷ്ട്രത്തിന്മേൽ വരാവുന്നതാണ്, ഒരു കുടുംബത്തിന്മേൽ വരാവുന്നതാണ്, ഒരു വ്യക്തിയുടെ മേൽ വരാവുന്നതാണ്. ദൈവവചനം അനുസരിക്കാത്തതിൻ്റെ ന്യായവിധി അത് സമൂഹത്തിൻ്റെ മേൽ, കുടുംബത്തിൻ്റെ മേൽ, വ്യക്തികളുടെ മേൽ വരാവുന്നതാണ്. സഭയുടെ മേൽ അത് വരും. അതെപ്പോഴും ബുദ്ധിമുട്ടുകൾ മാത്രമായിരിക്കില്ല കൊണ്ടുവരുന്നത്. ചിലപ്പോൾ ന്യായവിധി ആദ്യം രസമായി തോന്നിയെന്ന് വന്നേക്കാം, അനന്തരഫലം ഭയാനകമായിരിക്കുമെന്ന് മാത്രം. വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച പല സഭകളിലും കുടുംബങ്ങളിലും ഇന്ന് കാണുന്ന അസ്വസ്ഥത ദൈവവചനത്തെ ഉപേക്ഷിച്ചത് കൊണ്ടല്ലേ? യിരെമ്യാവ് യഹോവയുടെ വചനം 40 വർഷങ്ങൾ പ്രസംഗിക്കുകയുണ്ടായി. അവൻ ജനത്തിൻ്റെ പാപങ്ങൾ അവർക്ക് ചൂണ്ടിക്കാണിക്കുകയും ഈ ജനത്തെ മാനസാന്തരത്തിലേക്ക് വിളിക്കുകയും ചെയ്തു. ദൈവം അവരോട് വളരെയേറെ ക്ഷമയുള്ളവനായിരുന്നു. അവൻ്റെ ക്ഷമ വാസ്തവത്തിൽ അവരെ ചതിച്ചു. ദൈവം ഉടനെ അവരെ ശിക്ഷിക്കാതിരുന്നതിനാൽ കള്ളപ്രവാചകന്മാർ പറയുവാൻ തുടങ്ങി, നോക്കൂ, യിരെമ്യാവിൻ്റെ വാക്കുകൾ സംഭവിക്കുന്നേയില്ല, അവൻ പറഞ്ഞതൊന്നും ദൈവവചനമല്ല എന്ന് അവർ വിളിച്ചു പറയുവാൻ തുടങ്ങി. എന്നാൽ ഇപ്പോൾ അവൻ്റെ വചനം പോലെ സംഭവിക്കുന്നു. അത് താമസിച്ചു പോയി എന്ന് മാത്രം. ദൈവം ജനങ്ങളോട് ക്ഷമയോടെ വർത്തിക്കുന്നു. അവർ പോകുന്ന വഴിയെ തന്നെ പോകുവാൻ അവരെ ദൈവം അനുവദിക്കുന്നു. അങ്ങനെ പോയി പരിഹാരമില്ലാത്ത ഒരു അവസ്ഥയിൽ എത്തുന്നതുവരെ
അവനവരെ അനുവദിക്കുന്നു എന്ന് വേണം ചിന്തിക്കുവാൻ. യഹൂദ അതിൻ്റെ ഒരു ഒന്നാം തരം ഉദാഹരണമാണ്. യിരെമ്യാ പ്രവാചകനിലൂടെ ദൈവം അവരോട് യാചിക്കുകയായിരുന്നു. വാസ്തവത്തിൽ അതെ, അവസാന നിമിഷം വരെ ദൈവം അവരോട് യാചിക്കുകയായിരുന്നു. നാം ആയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തേനേമോ? നമ്മുടെ കുഞ്ഞുങ്ങൾ നാം അവരോട് ചെയ്യരുത് എന്ന് പറഞ്ഞ എന്തെങ്കിലും കാര്യം ചെയ്താൽ 1 2 പ്രാവശ്യം നാം ക്ഷമിക്കും, പിന്നീട് നാം അവരെ ശിക്ഷിക്കും. എന്നാൽ ദൈവം എങ്ങനെയാണ് ഈ ജനത്തിൻ്റെ പിൻപേ നടന്ന് അവരോട് യാചിക്കുന്നത് എന്ന് നോക്കൂ. അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞു. ഒടുവിലായി ആ ദിവസം വന്നു. നെബൂഖദ്നേസർ പട്ടണത്തെ നശിപ്പിച്ച് തരിശാക്കി. ദൈവം തങ്ങളെ ന്യായം വിധിക്കുവാൻ പോകുന്നു എന്ന വാസ്തവം യാതൊരു മനുഷ്യനും കേൾക്കുവാൻ താല്പര്യമുള്ള ഒരു വസ്തുതയല്ല. ഇത് ഓർത്തോണം. ദൈവം ന്യായം വിധിക്കും. ദൈവം എപ്പോഴെങ്കിലും കോപിക്കുമെന്ന കാര്യം വിശ്വസിക്കുവാൻ തന്നെ മനുഷ്യർക്ക് പ്രയാസമാണ്. ചില ആളുകൾ പറയുവാൻ ശ്രമിക്കുന്നത് പഴയ നിയമത്തിലെ ദൈവമായിരുന്നു ഈ പറഞ്ഞതുപോലെ കോപിക്കുകയും മുഷിയുകയും ഒക്കെ ചെയ്തിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലെ ചിത്രം വ്യത്യസ്തമാകുന്നു പോലും. എന്നാൽ ഞാനൊന്ന് പറയട്ടെ സുഹൃത്തെ, പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതിനേക്കാൾ വളരെയേറെ ദൈവത്തിൻ്റെ കോപത്തെക്കുറിച്ചും ക്രോധത്തെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 1 ശ്രദ്ധിച്ച് വായിച്ചു നോക്കിക്കേ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ എത്ര കർക്കശമായിട്ടുള്ളതാണ്, കഠിനമായിട്ടുള്ളതാകുന്നു. അവിടെ ശാന്തനായ യേശു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. അവൻ പരീശന്മാരെ സർപ്പസന്തതികളെ എന്ന് വിളിക്കുന്നു. അവൻ മനുഷ്യരോട് വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച് വളരെ ശക്തമായി സംസാരിച്ചിരിക്കുന്നു. ഇനിയും വെളിപ്പാട് പുസ്തകമൊന്ന് വായിക്കൂ. ദൈവക്രോധത്തിൻ്റെ കലശമൊഴിക്കുന്നതിനെക്കുറിച്ചാണ് നാം അവിടെ കാണുന്നത്. അതോട് സാമ്യപ്പെടുത്താവുന്നത് പഴയ നിയമത്തിൽ യാതൊന്നും തന്നെ ഇല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. പഴയ നിയമത്തിലെ ദൈവം കോപത്തിൻ്റെ ദൈവം, പുതിയ നിയമത്തിലെ ദൈവം സ്നേഹത്തിൻ്റെ ദൈവം എന്ന് പറയുവാൻ നാം ഒരിക്കലും ശ്രമിക്കരുത്. കാരണം അതങ്ങനെയല്ല. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് അവൻ എല്ലാ കാലത്തും സ്നേഹത്തിൻ്റെ ദൈവവും എല്ലാ കാലത്തും അവൻ പാപത്തെ ശിക്ഷിക്കുന്നവനുമാകുന്നു. ദൈവത്തിൻ്റെ ന്യായവിധിയും ദൈവത്തിൻ്റെ കരുണയും എല്ലായ്പ്പോഴും ചേർന്നു പോകുന്നത് കാണാവുന്നതാണ്. അവൻ്റെ വിശുദ്ധിയും അവൻ്റെ സ്നേഹവും ഒരുമിച്ച് പോകണം. ദൈവത്തിൻ്റെ സിംഹാസനം കൃപയുടെ സിംഹാസനമാകുന്നു, കരുണയും സഹായവും കണ്ടെത്തുവാൻ കഴിയുന്ന സിംഹാസനം. എന്നാൽ അതേ സിംഹാസനം ഒരു ദിവസം ഈ ഭൂമിയെ ന്യായം വിധിക്കും. ഇന്ന് ഇത് മനസ്സിലാക്കുവാൻ മനുഷ്യന് ഭയങ്കര പ്രയാസമാണ്, അല്ലെങ്കിൽ മനസ്സില്ല. കാരണം ഇന്നത്തെ ആ ഒഴുക്കിൽ അങ്ങ് പോകുവാനാണ് എല്ലാവർക്കും താല്പര്യം. ദൈവത്തിൻ്റെ നിയമങ്ങൾ മാറ്റിക്കൂടാത്തതാണ്. ആ നിയമങ്ങളെ അനുസരിക്കാതിരിക്കുന്നതിൻ്റെ ശിക്ഷ ന്യായവിധിയാണ്. ധാർമ്മികമായ നിയമങ്ങളിലും ആത്മീയ നിയമങ്ങളിലും ഈ വസ്തുത അംഗീകരിക്കുവാൻ മനുഷ്യന് ഭയങ്കര പ്രയാസമാണ്. എന്നാൽ പ്രകൃതി നിയമങ്ങളുടെ കാര്യത്തിൽ ഇത് വ്യക്തമല്ലേ? ആരും അതിനോട് വാദിക്കാറില്ലല്ലോ. അങ്ങനെയല്ല എന്ന് താങ്കൾക്ക് തോന്നുന്നുവെങ്കിൽ അടുത്ത ആ വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ കയറിയിട്ട് താഴേക്കൊന്ന് ചാടി നോക്കിക്കേ. ഞാൻ പ്രകൃതി നിയമത്തെ ഒരിക്കലും വകവയ്ക്കില്ല, അത് ലംഘിച്ചാൽ യാതൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്ന താങ്കൾ താഴേക്കൊന്ന് ചാടി നോക്കൂ. അപ്പോൾ പ്രകൃതി നിയമങ്ങൾ ലംഘിച്ചാൽ സംഭവിക്കുന്നത് എന്തെന്ന് ഉടനെ മനസ്സിലാകും. പ്രകൃതിയിൽ മാറ്റിക്കൂടാൻ പാടില്ലാത്ത നിയമങ്ങൾ ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ അവയെ അനുസരിച്ചാൽ താങ്കൾ ജീവിച്ചെന്ന് വന്നേക്കാം. അവയെ അനുസരിക്കാതിരുന്നാൽ താങ്കൾ നശിക്കും. എവിടെയെല്ലാം മനുഷ്യൻ ഭൗതിക നിയമങ്ങളെ ലംഘിക്കുവാൻ ശ്രമിച്ചു, അവിടെയെല്ലാം അവന് അതിൻ്റെ വില കൊടുക്കേണ്ടതായി വന്നിട്ടുണ്ട്. മനുഷ്യ ചരിത്രം അതേ പാഠമാകുന്നു നമ്മെ ഇപ്പോഴും പഠിപ്പിക്കുന്നത്. ചരിത്രത്തിൻ്റെ ഇടനാഴികളിലൂടെ നടന്ന് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന അനേകം സംസ്കാരങ്ങളുടെ അവശിഷ്ടങ്ങളാണ് നാം കാണുന്നത്. അവ സാക്ഷിക്കുന്നത് എന്തെന്നാൽ ദൈവം പ്രതികാരത്തിൻ്റെ ദൈവമാകുന്നു, ദൈവം ശിക്ഷിക്കുന്ന ദൈവമാകുന്നു, ദൈവം ന്യായവിധിയുടെ ദൈവമാകുന്നു. ഇത് ഞാനും എന്നെപ്പോലെയുള്ള ആളുകളും പറഞ്ഞാൽ ഞങ്ങൾ ഇടുങ്ങിയ ചിന്താഗതിക്കാരായിപ്പോയി. അതെ, അത് സാരമില്ല. യിരെമ്യാവിനെയും ജനം അങ്ങനെയാണല്ലോ കണ്ടത്. അവന് വലിയ പ്രശസ്തിയൊന്നും ലഭിച്ചില്ല, അവനത് സാരമാക്കിയുമില്ല. കാരണം ദൈവത്തിൻ്റെ വചനം അറിയിക്കുക എന്നതായിരുന്നു അവൻ്റെ മുൻഗണന.
അല്ലാതെ പ്രശസ്തി ഉണ്ടാക്കിയെടുക്കുകയോ തൻ്റെ സ്വന്തം താല്പര്യങ്ങൾ എങ്ങനെയെങ്കിലും നേടിയെടുക്കുകയോ അല്ലായിരുന്നു അവൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് അവൻ ഈ വക കാര്യങ്ങളെ ഗണ്യമാക്കിയേയില്ല. നമ്മുടെ ജീവിതത്തിലും നമുക്ക് അനുകരിക്കുവാൻ കഴിയുന്ന അതിമഹത്തായ ഒരു പാഠമാകുന്നു നമുക്ക് മുൻപിൽ യിരെമ്യാവ് കാണിച്ചു തരുന്നത്. സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി ദൈവത്തിന് വേണ്ടി നിൽക്കാം എന്നതല്ല, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു എന്നതിനാൽ സാഹചര്യങ്ങൾ പ്രതികൂലമായാലും സാരമില്ല എന്ന് മനസ്സിലാക്കി ധൈര്യത്തോടെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഈ വലിയ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 19 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. വെളിച്ചത്തിൻ്റെ മക്കളായിത്തീരുവാനും വെളിച്ചത്തിൽ ജീവിക്കുവാനുമുള്ള ആഹ്വാനമാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം.